ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 7-ാമത്തെ വചനം തൊട്ട് 11-ാമത്തെ വചനം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ന്യായത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, പിന്നെ പാപത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ബോധം തരുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നെ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം വിശ്വസിക്കുന്നവർക്ക് പാപമില്ല. വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അപ്പം നീതിയെക്കുറിച്ച് കർത്താവ് പോയി കഴിഞ്ഞാണ് നമുക്ക് ബോധം വരുന്നത്. കാരണം നീതി സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. 85-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഭൂമിയിൽ സത്യം വിളയുമ്പോൾ, അല്ലെങ്കിൽ നമ്മിൽ സത്യവും നീതിയും സത്യവും ന്യായവും ഒക്കെയും ഉണ്ടാകുമ്പോൾ, വിശുദ്ധി ഉണ്ടാകുമ്പോൾ, നാം നീതി പ്രാപിക്കുവാൻ തക്കവണ്ണം യോഗ്യരാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീതിയെ നമ്മളിലേക്ക് പകർന്നു തരുന്നു. അപ്പം നീതിയെക്കുറിച്ചും ഈ ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പം പിശാച് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു ആരാണ്? പിശാചാണ്. അപ്പോൾ പിശാച് വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ബോധം വരുത്തും. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചാണ് ബോധം വരുത്തുന്നത്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം തരുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് അപ്രകാരം ബോധമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിൽ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.